ഹേ ഗായ്സ്, എനിക്കിന്നൊന്ന് ചുമ്മാ പുറത്ത് പോകണമെന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ. ഇന്ന് ഞാൻ എണീറ്റപ്പോൾ തന്നെ നല്ല ലേറ്റായി ഗൈസ്. ഒരു കൂടെയാണ് എണീറ്റത്. അതായത് ഒരു ഏകദേശം 12 മണിയൊക്കെ ആയി എണീറ്റപ്പോൾ. അത് കഴിഞ്ഞൊന്ന് ഫ്രഷപ്പായി ഫേസ് വാഷൊക്കെ ചെയ്തു. പിന്നെ ആ കൈയോടെ തന്നെ ഞാനങ്ങ് കുളിക്കുന്ന വീഡിയോ എടുത്തില്ല, ജസ്റ്റ് ജോക്കിന് പറയാം കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞ് ഒരു മോയ്സ്ചറൈസർ നമ്മളിടും. ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ, എല്ലാവരും സൺസ്ക്രീൻ ഇടണം കേട്ടോ. ഞാൻ ഏതോ ഒരു സൺസ്ക്രീനൊക്കെ ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പ്രൈമർ ഇടുന്നു. പ്രൈമർ ഇട്ടാൽ നമുക്ക് ഫൗണ്ടേഷനൊക്കെ ഇടുന്നതിന് മുമ്പ് പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നല്ല ഗ്ലോ കിട്ടും. അപ്പോൾ ആ ഗ്ലോയൊക്കെ കിട്ടാൻ വേണ്ടി ഒരു പ്രൈമർ ഇട്ടു. അത് കഴിഞ്ഞ് ഫൗണ്ടേഷൻ ഇപ്പോഴാട്ടോ ഫൗണ്ടേഷനൊക്കെ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. നേരത്തെ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ അങ്ങനെ ഫൗണ്ടേഷനൊന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ലായിരുന്നു. ഏതെങ്കിലും പ്രോഗ്രാം, കല്യാണം അങ്ങനെ ഇതിലൊക്കെ വരുവാണെങ്കിൽ യൂസ് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെങ്കിലും ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യും. അങ്ങനെ ഓവറായിട്ടൊന്നും ഇടത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് പൊട്ടിയടിക്കണ പോലെ അങ്ങ് അടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഐബ്രോസ് ഒന്ന് ചീകി കൊടുക്കും. ഞാൻ ഫില്ല് ചെയ്യത്തൊന്നുമില്ല, കാരണം ഓൾറെഡി നല്ല കട്ടിയുണ്ട്. പിന്നെ ദിഗംബരനാവട്ടെന്ന് വെച്ചിട്ട് ഞാൻ എഴുതത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണ് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കും. അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണില്ലെങ്കിൽ ചത്തിരിക്കും ഗൈസ്, ഉറക്കം തൂങ്ങിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കണ്ണ് ടൈറ്റ് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണമൊക്കെ അങ്ങ് പോകുന്ന പോലെ അങ്ങ് തോന്നും. അതിൻ്റെ ഇടയ്ക്ക് ആ ഐ പെൻസിൽ വെച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ഇനി അത് നമുക്ക് ഐ ഷാഡോ ഈ പാലറ്റ് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഹായ്, മുട്ടായി പോലില്ലേ, ചോക്ലേറ്റ് പോലില്ലേ, കടിച്ച് തിന്നാൻ തോന്നുന്നത് കാണുമ്പോൾ. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ കണ്ണ് പ്ലസൻ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ഓൾ ഓവർ ഒരു ലുക്ക് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും. ഒരു നല്ലൊരു എനർജിയൊക്കെ ഉള്ള പോലെ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ പറ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണെഴുതാൻ പോകണം. കണ്ണെഴുതുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എന്നെ പഠിപ്പിച്ച കുറച്ച് നല്ലവരായ ടീച്ചേഴ്സിനെയാണ്. നമ്മൾ കണ്ണെഴുതി വാലിട്ടിങ്ങനെ കണ്ണെഴുതിക്കൊണ്ട് പോകുമ്പോഴേ പറയുമായിരുന്നു, അവൾ കണ്ണെഴുതി പൊട്ടുന്നൊട്ട് ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയുമായിരുന്നു. അടുത്തത് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. ലിപ്സ്റ്റിക്ക് ഇത് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഒരു സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക്കാണ്. ഇത് സൂപ്പറാണ് ഗൈസ്. സൂപ്പർ സ്റ്റേ എന്ന് പറയുന്ന പോലെ അത് അവിടെ തന്നെ ഇരിക്കും, അനങ്ങാതെ ഇരിക്കും. എത്ര ഫുഡ് കഴിച്ചാലും വെള്ളം കുടിച്ചാലും പോകത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യണം ഗൈസ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഹെയറൊക്കെ ഡ്രൈ ചെയ്തു. അത് കഴിഞ്ഞൊരു ഹെയർ സ്പ്രേ കറക്റ്റായിട്ടുള്ള ഹെയർ സ്പ്രേ ആണോ എന്നാണ് ഞാനീ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഹെയർ സ്പ്രേ ആയിരുന്നു. അങ്ങനെ അതൊക്കെ ഇത് വെച്ച് നല്ല സെറ്റായി കേട്ടോ. നല്ല ഷൈനി ഫിനിഷ് കിട്ടി. അപ്പോൾ കൊള്ളായിരുന്നത്. നല്ലൊരു ഹെയർ സ്പ്രേ, ലോറിയൽ പാരിസിൻ്റെ ഒരു ഹെയർ സ്പ്രേ ആയിരുന്നത്. അത് നമ്മൾ ഡ്രസ്സ് മാറി സുന്ദരിയായിട്ട് ഞാൻ വന്നു. ആൻഡ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. See you in the next video. Bye bye.